ഒരു മാസത്തിലധികം നീണ്ട ആവേശകരമായ പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് വിധിയെഴുതി 70.51% പേരാണ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാടൻ കോട്ട ആരു പിടിക്കുമെന്ന് കൂട്ടിയും കിഴിച്ചും മുന്നണികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. സിജു കണ്ണൻ സമഗ്ര വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. സിജു, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നുണ്ട് പാലക്കാട് നിന്ന് എന്താ ആരും തുടക്കം മുതൽ തന്നെ വരാത്തത് എന്ന്, എല്ലാവരും വിശ്രമത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു ദിവസത്തെ നമ്മുടെ വിശ്രമമില്ലാത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ നമ്മുടെ വിശ്രമമില്ലാത്ത പാലക്കാട് ടീമിന്റെ ആ ഒരു വർക്കിനെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സിജു. കാവ്യ, പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാവ്യ കൂടി ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു മാസത്തിലധികം നീണ്ട വലിയ ഓട്ടമായിരുന്നു. ഇത്രയും ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും അതിരാവിലെ മുതൽ തുടങ്ങി രാത്രി വൈകുന്നത് വരെ ജോലിയിലായിരുന്നു. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിൽ, ഏതാണ്ട് ഒരു ചെറിയ വിശ്രമത്തിന് സമയം ലഭിക്കുന്നത് ഇന്നാണ്. എങ്കിലും ഇന്നും നാളെയും കൂടി ഈ പോളിംഗ് ശതമാനം അതുവെച്ചുള്ള കണക്കുകൂട്ടലുകളിലേക്ക് പോകേണ്ടതുണ്ട്. 23-ന് വോട്ടെണ്ണുമ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സ്ഥാനാർത്ഥികൾ എല്ലാവരെയും കണ്ടുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എങ്കിലും വിശ്രമമെന്ന് പൂർണ്ണതോതിൽ പറയാൻ കഴിയില്ലെങ്കിലും ഇന്ന് പകൽ മുഴുവൻ ഇത്തരം അവലോകനം, രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തലുകളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് 23-ന് വോട്ടെണ്ണി പാലക്കാടൻ കോട്ടയുടെ ഫലം വരുന്നത് വരെ സജീവമായി തന്നെ പാലക്കാട് കൈരളി വാർത്താസംഘം ഉണ്ടാകും കാവ്യ. അതെ, ഞാനിപ്പോൾ പ്രേക്ഷകരോട് പറയുകയായിരുന്നു, ഇത്രയധികം ദിവസം നമ്മുടെ ആ ഒരു പ്രേക്ഷകരിലേക്ക് ഇടതടവില്ലാതെ ഓരോ കാര്യങ്ങളും എത്തിക്കുന്നതൊക്കെയും അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള അഭിനന്ദനം ആവർത്തിച്ചവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. സിജു, ഇനി നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ 70.51 എന്ന പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗ് ശതമാനം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും കണക്കുകൂട്ടലുകൾക്കൊട്ടും കുറവില്ല. വിജയപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ശതമാന കണക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പാലക്കാട് നിന്നും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരുടെയും പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പൊതുവെ നഗരസഭ ഉയർന്ന പോളിംഗും കണ്ണാടി പഞ്ചായത്തും കുറഞ്ഞ പോളിംഗ് ശതമാനവും രേഖപ്പെടുത്തി എന്ന ഒരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഒരു അന്തിമ ചിത്രം എങ്ങനെയാണ് സിജു കണ്ണൻ? കാവ്യ, ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള ആകാംക്ഷ അതേപോലെ നിൽക്കുകയാണ്. കാരണം ഈ ഒരു മാസത്തിലധികം നീണ്ട തെരഞ്ഞെടുപ്പിൽ വലിയ ആകാംക്ഷയും ആവേശവും എല്ലാം നിറച്ചതാണ്. അതേപടി ആ പോളിംഗ് ശതമാനത്തിലും ഇപ്പോൾ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാവ്യ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഏറ്റവും ഒടുവിൽ തന്ന കണക്ക് 70.51% എന്നതാണ്. ചെറിയ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇന്ന് ഉച്ചയോടുകൂടി മാത്രമേ അന്തിമമായ കണക്ക് ലഭ്യമാകൂ. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള കൃത്യവും വ്യക്തവുമായ ഒരു കണക്ക് ലഭ്യമാകുകയുള്ളൂ. സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. കാരണം ചില ബൂത്തുകളിൽ നിന്ന് വൈകി വന്ന കണക്കുകളെല്ലാം തന്നെ ക്രോഡീകരിക്കേണ്ടതുണ്ട്. എങ്കിലും ഇതിൽ ഇനി കാര്യമായ വ്യത്യാസം ഉണ്ടാകാനില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകളേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനം എന്നൊരു പ്രത്യേകത ഇത്തവണയുണ്ട്. വലിയ ആവേശം നിറഞ്ഞ പ്രചാരണം നടന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായി. ഏതാണ്ട് 5% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. നമുക്കൊന്ന് 2021 പോളിംഗ് ശതമാനം നോക്കാം. 75.27% 2021 പോളിംഗ് ശതമാനം. അതിന് മുമ്പ് 2016 77.25%, 2011 72.78%, 2006 71.58%. നിലവിലെ കണക്കുകൾ ഏതാണ്ട് പൂർണ്ണമായ കണക്കാണെങ്കിൽ ഈ കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞൊരു പോളിംഗ് ശതമാനമാണ് പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 194,706 പേരാണ് ആകെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നത്. ഏതായാലും ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൂട്ടലുകൾ മുന്നണികൾ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും ത്രികോണ മത്സരം നടന്ന മണ്ഡലം എന്ന നിലയിൽ തന്നെ എല്ലാവരും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. നിലവിൽ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരസഭയിൽ പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ, അതോടൊപ്പം കണ്ണാടി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം അല്പം കുറഞ്ഞു എന്ന തരത്തിലാണ് കണക്കുകളുള്ളത്. അന്തിമമായ കണക്ക് നമുക്ക് ഉച്ചയോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരിച്ചുകൊണ്ട് വ്യക്തമാകും. ഏതായാലും
പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന രീതിയിലാണ് മുന്നണികൾ ഇപ്പോൾ സജീവമായി പറയുന്നത്. 23-ന് രാവിലെ 11 മണി വരെ മാത്രമാണ് ഈ അവകാശവാദം ഉണ്ടാകുക. ആ സമയത്തോടു കൂടി ഏകദേശം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. കൃത്യമായും ഓരോ ബൂത്തിലും അവർ രേഖപ്പെടുത്താൻ ആഗ്രഹിച്ച അവരുടെ വോട്ടുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിശദമായ കണക്കുകളിലേക്ക് കടക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളുമായി ബന്ധപ്പെട്ട് 3 മുന്നണികളും കണക്കുകൾ ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആർക്ക് ഇത് അനുകൂലമാകുമെന്ന ഒരു ആകാംക്ഷയാണ് ഇനി നിലനിൽക്കുന്നത്. ഏതായാലും 23-ാം തീയതി വോട്ടെണ്ണുന്നത് വരെ ആ ആകാംക്ഷ നിലനിൽക്കും. ഒരു മാസത്തിലധികം വലിയ ആവേശവും ആകാംക്ഷയും നൽകിയ പാലക്കാട് തിരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുമ്പോഴും അതേ ആവേശം ഇപ്പോൾ നിലനിർത്തുകയാണ് കാവ്യ. ശരി സിജു കണ്ണൻ, ഈ ഒരു കൃത്യമായ കണക്ക് വിവരങ്ങൾ അത് സിജു പറഞ്ഞതുപോലെ തന്നെ ഉച്ചയോടുകൂടി ഏറ്റവും കൃത്യമായ ഒരു കണക്ക് വരും. നേരിയ തോതിലുള്ള വ്യത്യാസങ്ങളൊക്കെയും ഈ പോളിംഗ് ശതമാനത്തിലൊക്കെയും അപ്പോൾ അറിയാൻ കഴിയുമെങ്കിലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് നഗരസഭ പരിധിയിൽ ഉയർന്ന പോളിംഗ്, കണ്ണാടി പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ്, ഈ ഒരു കണക്ക് മുൻനിർത്തിക്കൊണ്ടുള്ള കാൽക്കുലേഷൻസിലായിരിക്കും ഇപ്പോൾ മുന്നണികൾ എല്ലാവരും. എന്തായാലും രാവിലെയോടുകൂടി ഇനി പ്രതികരണങ്ങളുടെ സമയമാണ്. പാലക്കാട് നിന്ന് ഈ പോളിംഗ് ശതമാനം 70% എന്നുള്ളത് തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന നിലയിലുള്ള ആത്മവിശ്വാസം എല്ലാവരും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്നലെ രാത്രി വൈകിയും ഒക്കെയും ആ നിലയിലുള്ള കണക്കുകൂട്ടലുകൾ ഒക്കെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി 2 ദിവസം കൂടി നമ്മൾ കാത്തിരിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് പാലക്കാടും ഒപ്പം തന്നെ ചേലക്കരയിലും വയനാട്ടിലും ഒക്കെയും സംഭവിച്ചിരിക്കുന്നത് എന്നത് അറിയാൻ വേണ്ടി.